പ്രിയ ഷാലോൻ ടി വി പ്രേക്ഷകർക്ക് എൻ്റെ അഭിവാദനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴത്തെ നമ്മുടെ ചിന്താവിഷയം പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമലോത്ഭവമാണ്. മേരി വാസ് ഇമ്മാക്കുലേറ്റ്ലി കൺസീവ്ഡ്, അല്ലെങ്കിൽ ദി ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ഓഫ് ദ ബ്ലെസ്സഡ് വെർജിൻ മേരി, ഇംഗ്ലീഷിലൊക്കെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. പരിശുദ്ധ ദൈവമാതാവ് അമലോത്ഭവമായിട്ട് മാതൃഗർഭത്തിൽ സഞ്ജാതയാകുകയും അമലോത്ഭവയായി ജനിക്കുകയും പാപത്തിൻ്റെ ലവലേശമില്ലാതെ ജീവിക്കുകയും ചെയ്ത് മഹാപുണ്യവതിയും നമ്മുടെ സ്വർഗീയ മാതാവുമാണ്. മേരി ഈസ് ഇമ്മാക്കുലേറ്റ്ലി കൺസീവ്ഡ്. പരിശുദ്ധ മാതാവിൻ്റെ അപ്പൻ്റെയും പേര് നമുക്കറിയാം, ജോവാക്യം ഹന്ന. ഹന്നാമ്മ പുണ്യവതിയുടെ പേരിൽ മാതാവിൻ്റെ, അതായത് പരിശുദ്ധ മാതാവിൻ്റെ അമ്മയുടെ പേരിൽ കാനഡയിലൊരു മഹാദേവാലയം തന്നെയുണ്ട്. എത്രയോ മനുഷ്യരാണ് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്. അതൊരു പുണ്യവതിയിൽ തന്നെയാണ് മറ്റു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ പരിശുദ്ധ മാതാവിൻ്റെ ജനനം. അമലോത്ഭവം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ലോകത്തിലുള്ള സർവ്വ മനുഷ്യരും പരിശുദ്ധ ദൈവമാതാവ് ഒഴികെ ജനിക്കുന്നത് പാപത്തിൻ്റെ മാലിന്യത്തോടു കൂടിയാണ്. എന്തോ പാപമാലിന്യങ്ങൾ. അതിന് കാരണം ഉത്ഭവഭാവം എന്ന് പറയും. എന്താണ് എക്സാക്ട്ലി ഉത്ഭവഭാവം എന്ന് അറിയാൻ പാടില്ലേലും ലോകത്തിലെ എല്ലാ മനുഷ്യരും അംഗീകരിക്കും, കുട്ടികളിൽ എന്തോ കുറേ അവരുടെ ആത്മാവിൽ എന്തോ മാലിന്യങ്ങളുണ്ട്, നീക്കിയെടുക്കണം. യഹൂദന്മാർക്കുള്ള സർക്കംസിഷൻ സെറിമണി, ക്രിസ്ത്യാനികളുടെ മാമോദിസ ബാപ്റ്റിസം കർമ്മം, തിരുക്കർമ്മം, മുസ്ലിങ്ങളുടെ അവരുടെ സുന്നത്ത് സെറിമണി, ഇതൊക്കെ എല്ലാം സൂചിപ്പിക്കുന്നത് ഭൂജാതരാകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും, ആണായാലും പെണ്ണായാലും, അവരുടെ ആത്മാവിൽ എന്തോ മാലിന്യമുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഉത്ഭവഭാവം, ഒറിജിനൽ സിൻ എന്ന് പറയുന്നത്. എന്നാൽ കർത്താവ് ഈശോ മിശിഹാ ലോകത്തിൽ മനുഷ്യനായിട്ട് അവതരിക്കാനിരിക്കുന്ന അവിടുന്ന് ഇരുന്നുള്ള ആ കാരണത്താൽ മാതാവിന്, കർത്താവ് ഈശോയ്ക്ക് ജന്മം നൽകുവാനുള്ള മാതാവായിരിക്കുന്ന ആ തരുണീമണിയെ ദൈവം ഉത്ഭവഭാവത്തിൻ്റെയോ മറ്റുള്ള കർമ്മപാപം, വ്യക്തിപരമായ പാപത്തിൻ്റെ ഒന്നും ലവലേശം കൂടാതെ ആണ് ഭൂമിയിൽ ജനിക്കാൻ ഇടയാക്കിയതും പരിപാലിച്ചതും. അപ്പം പരിശുദ്ധമാതാവിൻ്റെ അമലോത്ഭവം ക്രിസ്തുമതത്തിൻ്റെ ആരംഭകാലം മുതൽ ഈ സത്യം ക്രിസ്ത്യാനികൾക്കെല്ലാം അറിയാമായിരുന്നു. നമ്മൾ കേട്ടില്ലേ അവിടെ ലൂക്കാ സുവിശേഷം തുടങ്ങുന്നത്, ഞാൻ എഴുതാൻ പോകുന്ന സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ആളുകളുമായി സമ്പർക്കം പുലർത്തി അവരെ കൺസൾട്ട് ചെയ്ത് വളരെ ക്ലേശപൂർവ്വം ധാരാളം വിവരങ്ങൾ ശേഖരിച്ചാണ് എഴുതിയത്. അപ്പോൾ ചുരുക്കത്തിൽ കൊല്ലം കേട്ട് കഴിവിയോ കൊല്ലമൊന്നും അനുസരിച്ചല്ല, അവർ വളരെ ശ്രദ്ധാപൂർവ്വം മാതാവുമായിട്ട് തീർച്ചയായിട്ടും സംസാരിച്ച് കാണും, മാതാവിൻ്റെ കസിനായിട്ടുള്ള എലിസബത്തുമായിട്ട് സംസാരിച്ച് കാണും, അങ്ങനെ ചുരുക്കത്തിൽ പരമ്പരാഗതമായി തന്നെ കർത്താവിൻ്റെ കാലം മുതൽ തന്നെ പരിശുദ്ധ മാതാവിൻ്റെ ആബ്സല്യൂട്ട് സിൻലെസ്നെസ്, പാപരാഹിത്യം ക്രൈസ്തവ ലോകത്തിന് സുജ്ഞാതമായിരുന്നു. അതുകൊണ്ട് ആദ്യകാലം മുതൽ നമ്മുടെ പരിശുദ്ധ മാതാവിനെ അമലോത്ഭവ മാതാവ് എന്ന് ആളുകൾ സംബോധന ചെയ്തിരുന്നു. ഇങ്ങനെ പരമ്പരാഗതമായി വന്ന് കുറച്ച് കഴിയുമ്പോൾ ചിലരൊക്കെ അല്പസ്വല്പം സംശയം പ്രകടിപ്പിക്കാനൊക്കെ തുടങ്ങിയെങ്കിലും അന്നത്തെ സഭാധികാരികൾ അന്ന് എല്ലാ സഭകളിലേക്കും ചോദ്യം അയച്ച് എല്ലാ സഭകളെയും കൺസൾട്ട് ചെയ്ത് ശേഷം അവർ മാതാവിൻ്റെ ആ അമലോത്ഭവം പരമ്പരാഗതമായി അനുസ്യൂത പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് മനസ്സിലാക്കി. അതുമാത്രമല്ല, അങ്ങനെ തന്നെയായിരുന്നു സഭയുടെ ആചാരക്രമവും വിശ്വാസക്രമമെല്ലാം. നമ്മൾ ബൈബിൾ നോക്കിയാലും കാണാം അമലോത്ഭവ മാതാവ്. അമലോത്ഭവേ ഗബ്രിയേൽ മുഖ്യമാലാഖ തന്നെ ഗബ്രിയേൽ മാലാഖ മാതാവിനെ സംബോധന ചെയ്യുന്ന മേരി ഫുൾ ഓഫ് ഗ്രേസ് മലിയസ് തൈബൂസ. ലോകത്തിൽ ഒരു മനുഷ്യരെയും ഒരു വ്യക്തിയെയും ഒരു മാലാഖ, അതും മുഖ്യമാലാഖ ആയിട്ടുള്ള ഗബ്രിയേൽ മാലാഖ അത് വിളിക്കുന്നത് പാപരഹിതയായ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൾ, മോസ്റ്റ് ബിലവഡ് ഓഫ് ഗോഡ്. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ പ്രിയപ്പെട്ട പുത്രിയായി യഥാസമയം കർത്താവ് ഈശോയ്ക്ക് ജന്മം നൽകുന്ന അമ്മയായി
ഈ സൃഷ്ടിക്കപ്പെട്ട മാതാവ് അമലോത്ഭവമാണ്. പാപരഹിതയായിട്ട് ഉത്ഭവഭാവത്തിൻ്റെ സ്പർശം കൂടാതെ ജീവിച്ചു. മറ്റുള്ള മനുഷ്യരെല്ലാം നമ്മളെല്ലാവരും ഉത്ഭവഭാവത്തോടെ ജനിക്കുന്നു. പിന്നെ നമ്മൾ മാമോസ മുങ്ങി ആ ഉത്ഭവഭാവമെല്ലാം നീങ്ങുന്നു. മറ്റു മതക്കാർക്കും അതിന് പാരമ്പര്യ തത്തുല്യങ്ങളായിട്ടുള്ള വല്ല അനുഷ്ഠാനങ്ങളുണ്ട്. അപ്പോൾ ഈ സത്യം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു വിശ്വാസസത്യമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് 9 പീസ് മാർപ്പാപ്പായ്ക്ക് ദൈവിക വെളിപാടുണ്ടായി അദ്ദേഹത്തിന്. അത് 9 പീസ് മാർപ്പാപ്പ വളരെ സുജ്ഞാതനായൊരു യുഗപുരുഷൻ. ആദ്യത്തെ വത്തിക്കാൻ കൗൺസിൽ ഒഴിച്ചു വിട്ടത്, പിന്നെ 36 വർഷം സഭാ സാന്നിധ്യം വഹിച്ചതൊക്കെ ആണ് ഈ മഹാനായ 9 പീസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ വിശ്വാസത്യം എല്ലാ മനുഷ്യർക്കും കുറച്ചുകൂടെ സുഗ്രാഹ്യമായി തീരുവാനും അതിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ വേണ്ടി അദ്ദേഹം അത് ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചു. അതിനു മുമ്പ് ധാരാളം അന്വേഷണങ്ങളും ദൈവശാസ്ത്രജ്ഞന്മാരും സഭാപാണ്ഡിതന്മാരുമായിട്ടുള്ള ചർച്ചകളും പിന്നെ ലോകത്തിലുള്ള എല്ലാ സഭകളിലുള്ള പാരമ്പര്യമെല്ലാം പരിഗണിച്ചാണ് ദൈവം ഇങ്ങനെ ഒരു വിശ്വാസസത്യമായിട്ട് പ്രഖ്യാപിച്ചു. വിശ്വാസസത്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ കത്തോലിക്കരും അത് മനസ്സാ സ്വീകരിക്കും. അതാണ് സന്തോഷമാണ്. പരിശുദ്ധ മാതാവ്, നമ്മുടെ സ്വർഗീയ മാതാവ് ഇങ്ങനെ അമലോത്ഭവമായിട്ട് പ്രഖ്യാപിച്ച 1854 9 പീസ് മാർപ്പാപ്പ പരിശുദ്ധ മാതാവിനെ അമലോത്ഭവമായി, ജന്മപാപമില്ലാതെ പാപരഹിതയായി ജീവിച്ചു മരിച്ചു എന്നുള്ള ആ സത്യം പ്രഘോഷിച്ചു. ഈ മാർപ്പാപ്പ ഇങ്ങനെ ചെയ്യാൻ പ്രത്യേക കാരണമുണ്ട്. അതാണ് പലർക്കും അത്ര സുജ്ഞാതമില്ലാത്തൊരു കാരണം. എന്താണ്? ഈ 9 പീസ് മാർപ്പാപ്പ നല്ല വൈദികനാണെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവിടെ സെമിനാരിയിൽ ചേർന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്തോ അസുഖം കാരണം സെമിനാരി പഠനം തുടരാൻ സാധ്യമല്ലെന്നായി. അപ്പോൾ അവിടുത്തെ സെമിനാരിയുടെ അധിപതി വിളിച്ചു പറഞ്ഞു, ഇറക്റ്റച്ചൻ, താങ്കൾ നല്ലൊരു വൈദ്യവിദ്യാർത്ഥിയാണ്, പക്ഷേ ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് വീട്ടിലേക്ക് പോയിക്കൊള്ളുക. അവിടെ സെമിനാരി വൈദികനാകാൻ സാധ്യമല്ല. എന്നാലും മാതാവിനോടൊക്കെ പ്രാർത്ഥിക്കുക, പരിശുദ്ധ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് വല്ല അത്ഭുതം നടന്നാൽ എന്നെ വീണ്ടും വിടുക. ഏതായാലും ഈ പയ്യൻ പിൽക്കാലത്ത് 9 പീസ് മാർപ്പാപ്പ സെമിനാരിയിൽ നിന്ന് പോയി പ്രാർത്ഥിച്ച് നിരന്തരം പ്രാർത്ഥന, മാതാവേ എന്നെ നല്ലൊരു വൈദികനാക്കണമേ, ഞാൻ എൻ്റെ ആയുഷ്കാലം മുഴുവനും ദൈവസ്തുതിയെ പ്രഘോഷിക്കാൻ, അവിടുത്തെ പുത്രനെ പ്രഘോഷിക്കാൻ ഞാൻ അതിന് തയ്യാറാണ്. ഏതായാലും 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ രോഗിയായി പറഞ്ഞു വിടപ്പെട്ട ആ വിദ്യാർത്ഥിക്ക് പൂർണ്ണ ആരോഗ്യം, ഡോക്ടർമാരെല്ലാം സർട്ടിഫൈ ചെയ്തു, ഗുഡ് ഹെൽത്ത്, നോ പ്രോബ്ലം. വീണ്ടും ആ പയ്യനെ, ആ സെമിനാരി വിദ്യാർത്ഥിയെ വീണ്ടും സെമിനാരിയിൽ ചേർത്തു, പഠിച്ച് മിടുക്കനായൊരു വൈദികനായി, നല്ല വൈദികനായി, പിൽക്കാലത്തൊരു മെത്രാനായി, മാർപ്പാപ്പായി. 36 വർഷം കത്തോലിക്കാ സഭയുടെ ലോകത്തിൻ്റെ നേതൃത്വം വഹിച്ച ആ യുഗപുരുഷൻ. ഇതാണ് അത്ഭുതം. അപ്പം ഇങ്ങനെ അസാധാരണമായിട്ടുള്ള അനുഗ്രഹം ദൈവമാതൃഭക്തനായ ആ മാർപ്പാപ്പായ്ക്ക് സ്വന്തം അനുഭവത്തിൽ കിട്ടിയതിൻ്റെ ഫലം കൂടെയായിട്ടാണ്, അതുകൂടെ ഒരു സമ്മാനം എന്നപോലെ പ്രതിഫലം എന്നും കൂടെയാണ് പരിഗണിച്ചുകൊണ്ടാണ് അത് മാർപ്പാപ്പ പരിശുദ്ധ മാതാവിൻ്റെ അമലോത്ഭവം പ്രഖ്യാപിച്ചു 1854. അതിന് വേറെ സംഭവം, 1854 മാതാവിൻ്റെ അമലോത്ഭവം ആഗോള സഭയുടെ മുഴുവൻ അംഗീകാരത്തോടുകൂടി അഭിമാനത്തോടുകൂടി അവിടെ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം 4 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 1854 മാതാവിൻ്റെ അമലോത്ഭവ പ്രഖ്യാപനം. 1858 പരിശുദ്ധ മാതാവ് തന്നെ ലൂർദിൽ പ്രത്യക്ഷ. ലൂർദ് എവിടെ അറിയാമല്ലോ, ഫ്രാൻസിൻ്റെ ഇതൊക്കെ അറ്റത്തെ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക കേന്ദ്രമല്ലേ. അവിടെ മാതാവ് തന്നെ ഒരു ബാലിക്ക്, 12 വയസ്സുകാരി ബാലിക്ക് ബരണദത്തിന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അപ്പം ബാലിക ചോദിച്ചു, ഹു ആർ യു, ഹെവൻലി സ്വർഗീയ റാണി, ഞാൻ എന്താ പറയേണ്ടത് അങ്ങ് അവരോട് ചോദിക്കുകയാണെങ്കിൽ. അപ്പം മാതാവ് തന്നെ പറയുകയാണ്, ഐ ആം ദി ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ, ഞാൻ അമലോത്ഭവ മാതാവാണ്. ഈ 12 വയസ്സുകാരി ഈ ലൂർദ് ഈ ഭരണദത്ത് ഒരിക്കൽ പോലും ഈ അമലോത്ഭവം ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ കേട്ടിട്ട് പോലില്ല. പക്ഷേ മാതാവ് പറയുന്നു, നോക്ക്, 4 വർഷം മുമ്പ് 9 പീസ് മാർപ്പാപ്പ ആധികാരികമായിട്ട് പ്രഖ്യാപിച്ച
ആ തത്വം ഈ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ഈ വീട്ടിലും മാതാവ് തന്നെ അതിന് ശരിവെച്ചുകൊണ്ട് ഈ ബാലിയോട് പറയുക, ഐ ആം ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ. അങ്ങനെയാണ് ലൂർദ് എന്നിപ്പോൾ ലോകത്തിന് മുഴുവൻ കേന്ദ്രമായി തരുന്നത്. അപ്പം അതിന് ഒരു സൂചന നമുക്ക് കർത്താവീശോയുടെ പ്രതിനിധിയായ മാർപ്പാപ്പ ദൈവ അനുഗ്രഹത്താൽ ദൈവപ്രചോദിതനായി ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന ആ പ്രഖ്യാപനങ്ങൾ സ്വർഗം ശരിവയ്ക്കുന്നു. കണ്ടോ? 9-ാം പീസ് മാർപ്പാപ്പ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പിന്നെ സഭായെ മുഴുവൻ കൺസൾട്ട് ചെയ്ത ആ പ്രഖ്യാപനം മാതാവ് തന്നെ ഒരിക്കലും ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന പേര് കേട്ടിട്ട് പോലില്ലാത്ത ബാലിക്ക് പറഞ്ഞു കൊടുക്കുക, ഐ ആം ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ. ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, ഞാൻ അമലോത്ഭവമാകുന്നു, അല്ലേ അമലോത്ഭവം. ഇപ്പോൾ ക്രിസ്തുമാതാവിൻ്റെ ഈ അമലോത്ഭവം വിശ്വാസത്തിൽ നമുക്ക് ഒരു സത്യമായിട്ട് ഒരു ഇൻഫർമേഷൻ മാത്രമല്ല, നമ്മുടെ സ്വർഗീയ മാതാവ് യാതൊരു പാപവും കൂടാതെ ജീവിച്ചു. നമ്മുടെ സ്വർഗീയ മാതാവാണ് നമുക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വഹിക്കുന്നു. നമ്മൾ മാതാവിനെ ഒരിക്കലും ആരാധിക്കുന്നില്ല. നമ്മളാരും ക്രിസ്ത്യാനികൾ കത്തോലിക്കലാരും മാതാവിനെ ആരാധിക്കുന്നില്ല. നമ്മുടെ ബൈബിളിൽ എവിടെയല്ലോ അല്ല നമ്മുടെ പ്രാർത്ഥന പുസ്തകത്തിൽ ഒരിക്കലും മാതാവെ എങ്ങനെ ആരാധിക്കുന്നത് കേട്ടില്ലോ. ഒരിക്കലും മാതാവിനോട് പുത്രനിർവിശേഷമായിട്ടുള്ള ഭക്തി പ്രദർശിപ്പിക്കുന്നു. ആ ഭക്തി ഫലപ്രദമാണ്, ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കും. അപ്പം പരിശുദ്ധ മാതാവിൻ്റെ ആ മാർപ്പാപ്പ ചെയ്ത വിശ്വാസപ്രഖ്യാപനം സ്വർഗം അംഗീകരിച്ചു എന്നുള്ളൊരു തെളിവ് കൂടിയല്ലേ നമുക്ക് ലൂർദിലെ മാതാവ്. എന്ന് ലൂർദിൽ നടക്കുന്ന അത്ഭുതങ്ങൾ കൊണ്ടോ അതിൻ്റെ കണക്കുള്ളൂ. ഞാൻ തന്നെ പലതവണ ലൂർദിൽ പോയിട്ടുണ്ട്. അവിടെയുള്ള ആർക്കൈവ്സിൽ അവിടെ ലൂർദ് മാതാവ് ഒരാളേ ഉള്ളൂ, പക്ഷേ ഈ ലൂർദ് സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, അസാധാരണമുള്ള അനുഗ്രഹങ്ങളുടെ വലിയൊരു ലൈബ്രറി ഇതെല്ലാം ഉൾക്കൊള്ളുന്ന, ഫോട്ടോ സഹിതം ഉൾക്കൊള്ളുന്ന ലൈബ്രറിയുണ്ട്. ഞാനിവിടെ പോയി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എത്രയോ മനുഷ്യർക്ക് അനുഗ്രഹം കിട്ടുന്നു. പരിശുദ്ധ മാതാവ് അമലോത്ഭയ ആയത് ഇങ്ങനെ ഒരു സത്യം നമ്മൾ അറിയാനുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമല്ല, ഈ മാതാവിനോടുള്ള ഭക്തി നമ്മൾ അഭ്യസിക്കുകയും തീർച്ചയായിട്ടും ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടും. അതല്ലേ ഇത്രയേറെ ആളുകൾ ഈ ക്ലേശം സഹിച്ചൊക്കെ ലൂർദിലേക്ക് പോകും. ലൂർദിൽ നേരിട്ട് യാതൊരു ഹോപ്പുമില്ലാതെ മരണത്തിൻ്റെ വക്കിലെത്തിയ എത്രയോ രോഗികൾ അത്ഭുതകരമായിട്ട് ഫുൾഡാമേയർ പോലുള്ള ആളുകൾ സുഖം പ്രാപിച്ചു. അവിടെ ഞാൻ അവിടെ സന്ദർശിക്കുന്ന അവസരത്തിൽ മിക്കേലി വിത്തോറിയോ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ പട്ടാളക്കാരന് ക്യാൻസർ കാലയെ ബാധിച്ച് പട്ടാളക്കാരായിരുന്നു. എല്ലാം ഉപേക്ഷിച്ചിട്ട് തിരിച്ചുപോയി അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ രോഗശാന്തി കിട്ടി. അയാൾ എല്ലാ കൊല്ലവും ആഗസ്റ്റ് മാസം മുഴുവനും ഫ്രീ സർവീസാണ് ലൂർദിൽ. അതുപോലെ എത്ര പേർക്ക് എന്തെല്ലാം അത്ഭുതങ്ങൾ അവിടെ ആ ലൈബ്രറി നോക്കിയാൽ കാണാം, ഫോട്ടോ സഹിതം വിവരങ്ങൾ എല്ലാം. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ പോയി നോക്കുകയും ചെയ്യാം. അത് പക്ഷേ എല്ലാവർക്കും എന്തൊക്കെയില്ല, വെറുതെ ഇല്ല, എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വേണം, ഡോക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ പ്രത്യേക ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ലൂർദിലെ ആർക്കൈവ്സ് പരിശോധിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാതാവ് ദൈവമാതാവ് അമലോത്ഭയമായി പ്രഖ്യാപിക്കപ്പെട്ടതെന്ന് മാത്രമല്ല, അമലോത്ഭയാണ്, പാപരഹിതയാണ്. എന്തിനു വേണ്ടിയാണ്? പാപികളായ ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മളെ കൂടെ സ്വർഗ്ഗത്തിൽ എത്തിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് സഭ പാരമ്പര്യം അനുസരിച്ച് പാപരഹിതയായി, പാപരഹിതയായി ജനിച്ച പരിശുദ്ധ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രാർത്ഥിക്കണമെന്നുള്ള പ്രാർത്ഥന ജനകോടികൾ പ്രതിദിനം ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഗുണം അവർക്കുണ്ട്, സംശയിക്കേണ്ട. പരിശുദ്ധ മാതാവിനെ നമ്മളാരും ദൈവമായിട്ട് ആരാധിക്കുന്നില്ല, പക്ഷേ ദൈവത്തിൻ്റെ അമ്മയെന്ന നിലയ്ക്ക് മനുഷ്യപുത്രനായി ലോകത്തിൽ ദൈവത്തിൻ്റെ പുത്രനായി ദൈവം തന്നെയായി ലോകത്തിൽ അവതരിച്ച ദൈവവും പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ കർത്താവിശോയുടെ പാപരഹിതയായ അമ്മ, നമ്മുടെ സ്വർഗീയ മാതാവ്, നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നു. പരിശുദ്ധ മാതാവ് നമ്മളെല്ലാവരുടെയും അമ്മയാണ്, സ്വർഗീയ മാതാവാണ്. കൊച്ചിരിസ്ത്യാപ്പള്ളി പറയാറുണ്ടായിരുന്നു, ഐ ആം ഇൻ എ വേ മോർ ബ്ലെസ്ഡ് ദാൻ ദ ബ്ലെസ്ഡ് വെർജിൻ മേരി, ബിക്കോസ് ഈവൻ ദ ബ്ലെസ്ഡ് വെർജിൻ മേരി ഡസ് നോട്ട് ഹാവ് എ ഹെവൻലി മദർ ലൈക്ക് ആസ് ഐ ഹാവ്. ഇപ്പം സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും സ്വർഗീയ അമ്മയായി, നമ്മൾ ഏത് നാട്ടുകാരായാലും എവിടുത്തുകാരായാലും നമ്മുടെ എല്ലാവരുടെയും സ്വർഗീയ മാതൃവാത്സല്യം നിറഞ്ഞ അമ്മയാണ് പരിശുദ്ധ മാതാവ്. ആ അമ്മയെപ്പോലെ ഒരു അമ്മയെ, സ്വർഗീയ മാതാവിനെ ലഭിക്കാൻ മാതാവിന് പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു കണക്കിന് പരിശുദ്ധ മാതാവിനേക്കാൾ കൂടുതൽ ഭാഗ്യവതിയാണെന്നാണ് കൊച്ചിരിസ്ത്യാപ്പള്ളി പോലും പറയും. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എല്ലാ മനുഷ്യരും പാപികളായിട്ട് മാതൃഗർഭത്തിൽ സഞ്ജാതരാകുകയും ഭൂമിയിൽ ജനിക്കുകയും ചെയ്തെങ്കിൽ പരിശുദ്ധ കന്യാ മാതാവ് മാത്രം അതിന് എക്സെപ്ഷനായിട്ട് വരാൻ എന്താ കാരണം? കാരണം ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചു,
കർത്താവ് മിശിഹ ഭൂലോകത്തിൽ മനുഷ്യനായിട്ട് അവതരിക്കുമ്പോൾ പാപത്തിൻ്റെ ലവലേശമില്ലാത്ത ഒരു കന്യകാമണിയിൽ നിന്ന് ജനിക്കണം, അവിടുന്ന് അവിടുത്തെ മാതൃത്വം സ്വീകരിച്ച് ഭൂമിയിൽ ജാതനാവണമെന്ന് ദൈവത്തിൻ്റെ തിരുമനസ്സായിരുന്നു. അതുകൊണ്ട് ദൈവം ഭൂമിയിൽ അവതരിക്കുമ്പോൾ ഒരു പാപിയുടെ ഗർഭത്തിൽ ജീവിച്ചു എന്നൊന്നും വരാതെ പുണ്യപൂർണമായ ദൈവപുത്രൻ, പൂർണ്ണനായ ദൈവം മനുഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത മാതാവാണ്. അനാദിയിലെ തിരഞ്ഞെടുത്ത ആണ് കന്യകാമറിയം. ആ ആദ്യമേ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമായിട്ട് കർത്താവ് പ്രത്യേകം സൂക്ഷിച്ചു മാതാവ് ഉത്ഭവഭാവത്തിന് വിധേയം ജനിക്കുക. അതായത് ജോവാക്കിൻ്റെയും ഹന്നാമ്മയുടെയും മകളായി ജനിച്ച പരിശുദ്ധ മാതാവ് ഉത്ഭവഭാവത്തിൻ്റെ അംശം കൂടാതെ ജീവിച്ചു. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം കുറച്ചുകൂടെ പറയാം. രണ്ട് തരത്തിൽ നമുക്ക് കാലിൽ ചെളി തെറ്റാതെ വീക്കാം. ഒരു ചെളിക്കുഴി കൂടെ കടന്നു പോകണമെങ്കിൽ ഒന്നെങ്കിൽ ആ ചെളിയിൽ ചവിട്ടിയിട്ട് കാല് കഴുകി വൃത്തിയാക്കാം, അല്ലെങ്കിൽ എന്താണ് ആ ചെളിയിൽ വീഴാതെ ചെളി ചവിട്ടാതെ മറ്റൊരു കടന്നു പോകാം. ഇതുപോലെയാണ് ദൈവം ചെയ്തത്. പാപത്തിൽ വീണ ശേഷം നമ്മളെയൊക്കെ പാപരഹിതരാക്കിയാണ് കൂദാശകൾ വഴിയായിട്ട്. എന്നാൽ മാതാവിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ചെയ്തു മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യപുത്രനായിട്ട് അവതരിക്കാനിരിക്കുന്ന ഈശോയുടെ അമ്മയാൻ തിരഞ്ഞെടുക്കപ്പെട്ട വനിതാരത്നമായത് മാതാവ്. അതുകൊണ്ട് ദൈവം മാതാവിനെ പാപത്തിൽ വീഴാതെ തന്നെ കാത്തു. പക്ഷേ എന്നാലും ആ മാതാവിൻ്റെ എന്തുകൊണ്ടാണ് കർത്താവ് ഈശോയുടെ ഭാവി ജീവിത മരണ സ്വർഗീയ സമ്പത്തുകളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ്. കർത്താവ് ഈശോയുടെ ഇൻ വ്യൂ ഓഫ് ദ മെരിറ്റ്സ് ഓഫ് ദ ബ്ലെസ്സഡ് വെർജിൻ എന്നാണ് സഭാശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കർത്താവ് ഈശോയുടെ പുണ്യയോഗ്യതകളെ പരിഗണിച്ചുകൊണ്ട് മുൻകൂട്ടി പാപരഹിതയായി ജനിക്കുവാൻ മാതാവിന് ദൈവം അതിന് അവസരമുണ്ടാക്കി കൊടുത്തു. എന്നാൽ ഈശോ എല്ലാവരുടെയും രക്ഷകൻ. ഒരു ചോദ്യം, ഈശോ എല്ലാവരുടെയും രക്ഷകനല്ലേ? എന്നാൽ പിന്നെ മാതാവിന് ഒരു തെറ്റുമില്ല, പാവമില്ലായിരുന്ന പിന്നെ മാതാവും ഈശോയാൽ രക്ഷിക്കപ്പെട്ടെന്ന് വരുമോ? ശരി, രക്ഷിക്കപ്പെട്ടു. കർത്താവ് ഈശോയുടെ പുണ്യയോഗ്യതകളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവിടെ ഈശോ പാവരഹിതയായിട്ട് ജനിക്കുവാനുള്ള കാരണം ഈശോയുടെ പുണ്യയോഗ്യതകളെ മുൻകൂട്ടി പരിഗണിച്ചുകൊണ്ടാണ് ദൈവം അങ്ങനെ അവിടെ ഏർപ്പാട് ചെയ്തത്. അപ്പോൾ ചുരുക്കത്തിൽ മേരി ഈസ് ഓൾസോ റെഡീംഡ് ബൈ ദി യൂണിവേഴ്സൽ ക്രൈസ്റ്റ് ജീസസ്. കാരണം ദൈവശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ പൊത്തുവെയ്ത്ത് ദൈവത്തിന് സാധ്യമാണ്, തെക്കുവെയ്ത്ത് യുക്തമാണ്. അതുകൊണ്ട് ചെയ്തു. അതുകൊണ്ട് ദൈവം ഇത് ചെയ്തു മാതാവ്. ചുരുക്കത്തിൽ അതുകൊണ്ട് ക്രൈസ്തവ ലോകത്തിന് പൊതുവേ കത്തോലിക്കരായാലും ഓർത്തഡോക്സുകാരായാലും ഒരുപാട് പ്രൊട്ടസ്റ്റന്റുകാർ പോലും മാതാവിനെ നിത്യ പാപരഹിതയായ പരിശുദ്ധ മാതാവ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ മാതാവിനെ നമ്മളാരും ആരാധിക്കുന്നില്ല, മാതാവിൻ്റെ മാധ്യസ്ഥം വീക്ഷിക്കുകയാണ്. രണ്ട്, നിങ്ങൾ കർത്താവ് ഏക മധ്യസ്ഥനാണ്, പിന്നെ എന്തിനാ മാതാവിനെ അവിടെ പ്രാർത്ഥിക്കുന്നവരൊക്കെ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആ ബൈബിൾ വാക്യത്തിൻ്റെ അർത്ഥം ശരിയായിട്ട് ഗ്രഹിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാകുകയില്ല. അതായത് ഫസ്റ്റ് തിമത്തി ചാപ്റ്റർ 2:4 അവിടെ ഏക മധ്യസ്ഥന് പറയും. ഏക മധ്യസ്ഥൻ എന്നുള്ള തർജ്ജമ നമുക്കറിയാമല്ലോ. സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത് പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഒറിജിനൽ ഗ്രീക്കിലാണ്. ഏക മധ്യസ്ഥനേക്കാളും ഓൺലി റെക്കൺസൈലർ എന്നുള്ള അനുരഞ്ജകൻ എന്നുള്ളതാണ് കറക്റ്റ് ട്രാൻസ്ലേഷൻ. കാരണം ഏക മധ്യസ്ഥൻ ആണതിൻ്റെയും പ്രശ്നം ഞാൻ പറയാം. എന്നാലും കുറച്ചുകൂടെ ആ മെസേത്തേസ് എന്നുള്ള ഗ്രീക്ക് വാക്കിൻ്റെ ശരിയായ തർജ്ജമ ഏക മധ്യസ്ഥൻ എന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഏക അനുരഞ്ജകൻ. മനുഷ്യരെല്ലാം പാപികളായ മനുഷ്യരെ ദൈവമായിട്ട് രഞ്ജിപ്പിക്കുന്നത്, പിതാവായ ദൈവമായിട്ട് രഞ്ജിപ്പിക്കുന്നത് ആരാണ്? പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായ കർത്താവിശ്വമാണ് അനുരഞ്ജകൻ. വി ആർ റെക്കൺസൈൽഡ് വിത്ത് ഗോഡ് ത്രൂ അവർ ലോർഡ് ജീസസ്. ഒന്ന്. രണ്ടാമത് അങ്ങനെ ദൈവമാണ് ഏക മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ തന്നെയും, അങ്ങനെ എടുത്താൽ തന്നെയും താഴെ മറ്റുള്ളവർക്ക് മാധ്യസ്ഥം പാടില്ലെന്നൊന്നുമില്ല. മാതാവിൻ്റെ മാധ്യസ്ഥം കർത്തൃനിഷ്ഠമാണ്. കർത്താവിശ്വല്ലേ പറഞ്ഞേ, ഇതാ നിൻ്റെ അമ്മ, ഇതാ എൻ്റെ യോഹന്നാനോട്, ഇതാ എൻ്റെ മാതാവിനോട്, ഇതാ എൻ്റെ മകൻ. അല്ല, ഈശോ പറഞ്ഞില്ലേ മാതാവിൻ്റെ കാനായിലെ കല്യാണ വിരുന്നിൽ ഇതാ അവിടെ അവരുന്ന ഈശോ പറയുന്നത് ചെയ്യാമെന്ന് മാതാവ് പറഞ്ഞപ്പോഴല്ലേ ആ ഈശോ അത്ഭുതം പ്രവർത്തിച്ചേ. അപ്പോൾ മാതാവിനെ നമ്മളാരും ആരാധിക്കുകയൊന്നുമില്ല. മാതൃമാധ്യസ്ഥം തികച്ചും ബൈബിൾ അധിഷ്ഠിതമാണ്. മാതാവിനോടുള്ള ഭക്തി, ഫീൽഡ് ഡിവോഷൻ ഒരിക്കലും നമ്മൾ കർത്താവിശോടുള്ള ഭക്തിക്കോ
കർത്താവ് ആരാധിക്കുന്നതിനുള്ള അടിസ്ഥാനത്തിന് യാതൊരു ഇളക്കവും തട്ടുന്നില്ല. അതുകൊണ്ട് സോ വി ആർ ഹാപ്പി ടു ഹാവ് എ ബ്ലെസ്സഡ് മദർ, ഐ ഹെവൻലി ക്വീൻ ആസ് ദ ബ്ലെസ്സഡ് മദർ. ചിലർക്കെല്ലാം ഒരു സംശയം, ദൈവമാതാവിനോടുള്ള ഭക്തി അതിന് കവിഞ്ഞു പോകുന്നില്ലേ? മാതാവിനെ ആരാധിക്കുന്നുണ്ടോ? ദൈവത്തിന് കൊടുക്കാനുള്ള ആരാധന മാതാവിന് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചില ക്രൈസ്തവ കത്തോലിക്കേതരായിട്ടുള്ള ചില ഗ്രൂപ്പുകാർക്ക് സംശയമുണ്ട്. സംശയിക്കേണ്ട. മാതാവിനെ, ഈശോയുടെ അമ്മയെ മാതാവിനെ ഒരു കത്തോലിക്കനും ഒരിക്കലും ആരാധിക്കുന്നില്ല. ഞങ്ങളുടെ ഒഫീഷ്യൽ പ്രെയർ, കുർബാനയോ ഉള്ള പുസ്തകങ്ങളോ മറ്റുള്ള പ്രാർത്ഥനാ പുസ്തകങ്ങളോ എവിടെ നോക്കിയാലും ക്രൈസ്തവ മാതാവിനെ ആരാധിക്കുന്ന ഒരിക്കലും പറയുന്നില്ല. ഓൺലി വെനറേഷൻ, നോ അഡറേഷൻ. ഒരിക്കലും ആരാധനയില്ല, നമ്മൾ വണക്കും ബഹുമാനം. ഒന്ന്. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ്, ഏകദൈവത്തെ ആരാധിക്കുക എന്നുള്ള കൽപ്പന മറ്റ് ഭാഗങ്ങളെക്കാളും കൂടുതലായിട്ട് അനുസരിക്കുന്ന കത്തോലിക്കതയാണ്. 3, സഭാധികാരികൾക്ക് പ്രത്യേക നിർദ്ദേശമുണ്ട്. മാതാവിൻ്റെ അവിടെയുള്ള ഭക്തി ഒരിക്കലും അതിൽ കഴിഞ്ഞു പോകാതെ, അതായത് വെനറേഷൻ, വണക്കം, ബഹുമാനം, ഭക്തി ഇതിൽ നിന്നും ആരാധനയിലേക്ക് കടന്നു പോകാതെ സൂക്ഷിച്ചുകൊള്ളുക. അത് സഭാധികാരികൾ എപ്പോഴും നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെയോ ഓർത്തഡോക്സ് സഭയുടെ ഒന്നും കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ മാതാവിനെ ആരാധിക്കുന്നു എന്നുള്ള ഒരൊറ്റ പ്രയോഗം പോലും കാണുന്നില്ല. നമ്മൾ ഫീലിയൽ ഡിവോഷൻ, ഭക്തി, ബഹുമാനം, വണക്കം. അതുകൊണ്ട് ഗുണമുണ്ടെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. ലൂർദ്, ഫാത്തിമയിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ, നമ്മെ ഒരു പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട്, ആ മാതാവ് നമുക്ക് അമ്മയായിട്ടുള്ളതുകൊണ്ട് എന്തെന്ത് അനുഗ്രഹ വർഷങ്ങൾ നമ്മൾ ലഭിക്കുക. കർത്താവിനോടുള്ള ഭക്തിക്ക്, കർത്താവിന് നമ്മൾ കൊടുക്കുന്ന ആരാധനയ്ക്ക് യാതൊരു കുറവും വരുന്നില്ല. കർത്താവിന് പ്രധാനമന്ത്രിക്ക് അധികാരമുള്ളതുകൊണ്ട് പോലീസുകാരന് കുറ്റപ്പുള്ളികളെ ശിക്ഷിക്കാൻ പാടില്ല വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ ഉന്നതനായിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ഉള്ളതുകൊണ്ട് മറ്റുള്ള മിനിസ്റ്റേഴ്സിനൊന്നും അധികാരമില്ലെന്നോ? അതൊക്കെ വെറും മിഥ്യാധാരണയാണ്. ദ ട്രീ ഈസ് നോൺ ഫ്രം ദ ഫ്രൂട്ട്സ്. പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയുണ്ട്. ക്രൈസ്തവ ലോകത്തിന് ലഭിക്കുന്ന ക്രിസ്ത്യാനികൾ അല്ലാത്തവർക്ക് പോലും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ തന്നെ മാതാവിനോടുള്ള ഭക്തി ഫലദായകമാണെന്നും അതിന് കവിയാത്തത് വിതിൻ പ്രോപ്പർ പരിമിതമാണെന്നും വിധിമായ പ്രോപ്പർ ലിമിറ്റ്സിലാണ്, അതായത് ആ വേണ്ട അതിർത്തി വരപ്പൊന്നും ലംഘിക്കാതെ നിർവഹിക്കുന്നുള്ളതിന് തെളിവല്ലേ. പരിശുദ്ധ മാതാവേ, ഭാവികളായ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേ. മാതാവിനോടുള്ള ഭക്തി ആരാധനയാണെന്ന് പറ്റും തെറ്റിദ്ധരിക്കുന്ന ആ ജനവിഭാഗങ്ങൾക്കും നല്ല ബുദ്ധിപ്രകാശം നൽകണമേ. ആമേൻ.